6 മാസത്തിൽ കൂടുതൽ UAE റെസിഡൻസ് വിസയുള്ള ഒരാൾ UAEക്ക് പുറത്ത് നിന്നാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുമോ? വരാൻ എന്താണ് പ്രൊസീജിയർ? അതാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മുൻപ് വിസ ക്യാൻസൽ ചെയ്യാതെ നാട്ടിലേക്ക് പോയവർക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു വിശദമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ടാഗ് ചെയ്തിടാം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനകത്ത് കുറച്ചും കൂടി ഇൻഫർമേഷൻ വേണമെങ്കിൽ അതുകൂടെ കണ്ടു നോക്കാവുന്നതാണ്. 6 മാസം എന്ന് പറയുന്നത് 150 ദിവസമാണ് മാക്സിമം നമുക്ക് UAE റെസിഡൻസ് വിസയുള്ള ഒരാൾക്ക് രാജ്യത്തിന് പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു കാലാവധി എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ UAE റെസിഡൻറ്റിൻ്റെ വൈഫായിട്ടുള്ള ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡൊമസ്റ്റിക് വർക്കേഴ്സിന്, ഈ പറയുന്ന സ്റ്റുഡൻ്റായിട്ടോ അങ്ങനെയുള്ള കുറച്ച് കേസുകൾപ്പെട്ട ആളുകൾക്ക് അവരുടെ കൂടെ അക്കമ്പനി ചെയ്തിട്ട് രാജ്യത്തിൻ്റെ പുറത്ത് പോയിട്ട് അവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കുറച്ച് റയറായിട്ടുള്ളതുണ്ട്. അതല്ലാതുള്ള സാധാരണ, പിന്നെ അതിനൊപ്പം തന്നെ ഗോൾഡൻ വിസ ഹോൾഡേഴ്സിന് എത്ര നാൾ വേണമെങ്കിലും രാജ്യത്തിന് പുറത്ത് നിൽക്കാം, യാതൊരു പ്രശ്നവും ഇല്ലാതെ. അവരുടെ വിസ കാലാവധി എന്ന് പറയുന്നതിനകത്ത് എത്ര നാൾ വേണമെങ്കിലും അവർക്ക് ഈ പറഞ്ഞ 6 മാസം 7 മാസം 8 മാസം 1 കൊല്ലം 2 കൊല്ലം ഒന്നും പ്രശ്നമില്ല, അവർക്ക് നിൽക്കാം. മറ്റുള്ള എല്ലാവർക്കും തന്നെ 150 ദിവസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എങ്ങനെ തിരിച്ചു വരണമെങ്കിൽ അവരൊരു റീ എൻട്രി പെർമിറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ UAE ഗവൺമെൻറ്റിന് നേരിട്ടത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്യാൻസൽ ആവുകയല്ല ചെയ്യുന്നത്, അപ്പോഴും നള്ളിഫൈ ആവുക ചെയ്യുന്നത്. ഒരു സാങ്കേതിക പദം എന്നുള്ളവർക്ക് ക്യാൻസലേഷൻ തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ റീ എൻട്രി പെർമിറ്റ് എടുത്തിട്ട് വേണം പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ റീ എൻട്രി പെർമിറ്റ് എടുക്കാൻ നമുക്ക് UAEയുടെ ICPO അല്ലെങ്കിൽ GDRFO യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ടൈപ്പിംഗ് സെൻറ്റർ വഴിയും ചെയ്യാം. ICPൻ്റെ വെബ്സൈറ്റ് വഴിയാണെങ്കിൽ നമുക്ക് അവരുടെ അതിനകത്ത് സർവീസ് ഉണ്ട്. ആ സർവീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും ഫോറിൻ ഔട്ട്സൈഡ് ദ കൺട്രിയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകളുടെ റീ എൻട്രി പെർമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ അതിനകത്തുണ്ട്. GDRFO അതുപോലെ തന്നെ സർവീസസിൽ ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിനകത്ത് നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 2 കേസിനകത്തും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 ദിർഹംസ് വെച്ചിട്ട് ഓരോ മാസത്തിനും, എക്സ്ട്രാ വരുന്ന ഓരോ മാസത്തിനും ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ നമ്മുടെ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ പാസ്പോർട്ട്, പിന്നെ റെസിഡൻസ് വിസ എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് മിനിമം 1 മാസത്തിൽ കൂടുതലെങ്കിലും, അതായത് 30 ദിവസത്തിൽ കൂടുതലെങ്കിലും നമ്മുടെ UAE വിസയില്ലാത്ത ബാലൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് റീ എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യാനുള്ള പൊസിഷനുള്ളൂ. അതിൻ്റെ കൂടെ നമ്മുടെ സ്പോൺസറുടെ എമിറേറ്റ്സ് IDൻ്റെ കോപ്പി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ IBAN നമ്പർ കാണിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഇത്രയും കാലം നമ്മൾ UAEക്ക് പുറത്ത് നിൽക്കാൻ കാരണമായിട്ടുള്ളൊരു വാലിഡായിട്ടുള്ള റീസൺ വേണം. ആ റീസൺ ചിലപ്പോൾ മെഡിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. ആ കാരണം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അതിനുള്ള തെളിവും കൂടെ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഡോക്യുമെൻ്റായിട്ട് ഞാൻ ഏകദേശം എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഡോക്യുമെൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ദിവസത്തിനകത്ത് നമുക്ക് ഈ പറയുന്ന റീ എൻട്രി പെർമിറ്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇതാണ് 6 മാസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാലുള്ള ആളുകൾക്ക് വരാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഞാൻ മുമ്പ് നമുക്ക് കൊറോണ ടൈമിലൊക്കെ അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. വരണമെങ്കിൽ നമുക്ക് റീ എൻട്രി പെർമിറ്റ് എടുത്തിട്ട് വരാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സെപ്ഷൻ കിട്ടുന്ന കുറച്ച് കേസുകളായിരിക്കണം. മറ്റുള്ള വിശദമായിട്ട് ക്യാൻസൽ ചെയ്യാതെ പോയതിനെ പറ്റി ബന്ധപ്പെട്ട് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഞാനത് പറ്റി ചെയ്ത വീഡിയോ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്, അത് കണ്ടു നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസുള്ള പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലുണ്ട്, അതും ഇതിനകത്ത് ഞാൻ ടാഗ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്, കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള കമൻസിലൂടെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ അറിയുന്നതെല്ലാം പറഞ്ഞു തരുന്നതാണ്. അറിയാത്തത് അറിയുന്ന ആളുകളോട് ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, വീണ്ടും കാണാം. ബൈ.